ഈ നാട്ടിൽ ജീവിക്കുന്ന നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ നാടായിട്ട് കണ്ടാ പോരാ, മറിച്ച് ഈ നാടാണ് ഏറ്റവും ഭൂമിയിൽ പാവനമായ ഭൂമി എന്ന് കാണണം. അങ്ങനെ കണ്ടാലോ? അങ്ങനെ കണ്ടാ പിന്നെ മക്ക പുണ്യഭൂമിയായി ജീവിക്കുന്നവർ ഈ നാട്ടുകാരല്ല, മദീന പുണ്യഭൂമിയായി ജീവിക്കുന്നവർ ഈ നാട്ടുകാരല്ല, ജെറൂസലേം പുണ്യഭൂമിയായി കാണുന്നവർ ഈ നാട്ടുകാരല്ല. അതായത് ഈ നാട്ടിലെ മുസ്ലിങ്ങളാകട്ടെ, ക്രിസ്ത്യാനികളാകട്ടെ, മറ്റെന്തെങ്കിലും വിശ്വാസം പങ്കിടുന്ന മനുഷ്യരാകട്ടെ, അവരാരും തന്നെ യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരല്ല എന്ന് ആദ്യമേ പ്രഖ്യാപിച്ച ആളുടെ പേരാണ് സവർക്കർ. ഇപ്പൊ കുറെ കാലം കഴിഞ്ഞ് ഇപ്പോഴാണ് നമുക്ക് പൗരത്വ ഭേദഗതിയൊക്കെ വരുന്നത്. പൗരത്വ ഭേദഗതിയുടെ അടിത്തറ ആ സമയത്ത് തന്നെ ഈ ചങ്ങാതി എഴുതി വെക്കുന്നുണ്ട്. അതായത് ഈ നാട് യഥാർത്ഥത്തിൽ ഈ നാടിനെ മാത്രം പുണ്യഭൂമിയായി കാണുന്നവരുടെ നാടാണ്. അങ്ങനെ പറഞ്ഞ എന്താ പ്രശ്നം? ലോകത്തെമ്പാടുമുള്ള മനുഷ്യർ അവരനുഭവിക്കുന്ന ദുരിതങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന മനുഷ്യനാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാടിനെ സ്നേഹിക്കാൻ പറ്റുക, അല്ലെ? നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരെ മാത്രം സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിരിക്കില്ല. എനിക്ക് വേറെ ആരെയും സ്നേഹിക്കേണ്ട കാര്യമില്ല, ഈ നാട്ടിലത്തെ ഒരു പ്രശ്നമല്ല എന്ന് കരുതുന്നവരല്ലല്ലോ നിങ്ങളാരും. അങ്ങനെയാണെങ്കിൽ നിങ്ങളാരും ഇവിടെ ഉണ്ടാവില്ല. അയങ്കലത്തെ പ്രശ്നം മാത്രമാണ്, അല്ലെങ്കിൽ എടപ്പാളത്തെ പ്രശ്നം മാത്രമാണ്, കുറ്റിപ്പുറത്തെ പ്രശ്നം മാത്രമാണ് പ്രശ്നം നിങ്ങൾ കരുതിയിട്ടില്ല. ഈ രാജ്യത്തിന്റെ മൊത്തം പ്രശ്നവും ഈ ലോകത്ത് എവിടെ ഉണ്ടാവുന്ന മനുഷ്യരുടെ പ്രശ്നവും നമ്മുടെ പ്രശ്നമായിട്ട് നമ്മൾ കരുതും. അങ്ങനെ കരുതുന്നതിന്റെ പേരാണ് മാനവികത. മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ പണ്ടേ പറയാറുള്ളത്, എങ്ങും മനുഷ്യനു ചങ്ങല കൈകളിൽ അങ്ങൻ കയ്യുകൾ നൊന്തിയിടുന്നു. എവിടെയാണോ മനുഷ്യരുടെ കൈകളിൽ ചങ്ങല കുടുങ്ങി കിടക്കുന്നത്, അവിടെയെല്ലാം എന്റെ കൈകൾക്കും ആ നോവുണ്ട്. എങ്ങോ മർദ്ദനം, അവിടെ പ്രഹരം വീഴുവത് എന്റെ പുറത്താകുന്നു. എവിടെയാണോ മർദ്ദനം, എവിടെയാണോ ആരുടെ പുറത്താണോ മർദ്ദനം ഏൽക്കുന്നത്, ആ മർദ്ദനം എന്റെ പുറത്തുകൂടിയാണ് ഏൽക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ലോകത്തെമ്പാടുമുള്ള മാനവികതയെ കുറിച്ച് എല്ലാ മനുഷ്യരും പങ്കിടുന്ന മൂല്യം. അത് ഇവർ പങ്കിടുന്നില്ല, ആദ്യഘട്ടത്തിലെ പങ്കിടുന്നില്ല.